മുൻ കരസേനാ മേധാവി എം നരവനെയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ പരാമർശത്തെ ചൊല്ലി ഇന്നും ലോക്സഭ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തിയതിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. അമേരിക്കയുമായുള്ള വ്യാപാര കരാറും ചർച്ചയാകും. കോൺഗ്രസ് ലോക്സഭാ കക്ഷി യോഗം ഇന്ന് രാവിലെ 10:30 മണിക്ക് ചേരുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ലോക്സഭയിലും ഒക്കെ തന്നെ എങ്ങനെയായിരിക്കണം നീക്കമെന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയാണോ അവരുടെ യോഗം? എസ്.കെ.എൻ. ലോക്സഭയിൽ ഏത് തരത്തിൽ ഭരണപക്ഷത്തെ നേരിടണമെന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി യോഗം ഇന്ന് രാവിലെ 10:30 ചേരുന്നത്. ഈ യോഗത്തിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം ലോക്സഭയിലുണ്ടായ സംഭവങ്ങൾ, അത് സമാനതകളില്ലാത്ത സംഭവങ്ങളാണ്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ അത് ഭരണപക്ഷത്തെ 3 മുതിർന്ന അംഗങ്ങൾ, പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയും ചേർന്ന് തടസ്സപ്പെടുത്തുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം പാർലമെന്റിൽ ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു തീരുമാനം. മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നർവാനെയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ വരികൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചതാണ് തർക്കത്തിന് ഇടയാക്കിയത്. പ്രസിദ്ധീകരിക്കാത്ത പുസ്തകങ്ങളോ പത്രക്കട്ടിങ്ങുകളോ സഭയിൽ ഉന്നയിക്കരുത് എന്നായിരുന്നു ഭരണപക്ഷവും സ്പീക്കറും നിലപാടെടുത്തത്. തുടർന്ന് റൂളിംഗ് നൽകി സ്പീക്കർ. അത് അംഗീകരിക്കാൻ രാഹുൽ തയ്യാറാകാതെ ആവർത്തിച്ച് തന്നെ ഈ വിഷയം ഉന്നയിക്കുകയായിരുന്നു. എന്നാൽ രാഹുൽ ഉന്നയിച്ച വിഷയത്തിലും ചില ആശയക്കുഴപ്പങ്ങളുണ്ട് എന്നാണ് ഭരണപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം 2017 ഡോക്ലാം സംഘർഷത്തെക്കുറിച്ച് ആണ് പരാമർശിച്ചു തുടങ്ങിയത് എങ്കിൽ ഈ പുസ്തകത്തിൽ പറയുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയ വാക്കുകൾ അത് കിഴക്കൻ ലഡാക്കിലുണ്ടായ സംഘർഷത്തിലെ സാഹചര്യങ്ങളായിരുന്നു എന്നും ആണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ ഭരണപക്ഷം ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ, തടസ്സവാദങ്ങളും ശരിയല്ല എന്നും, മറിച്ച് അധ്യക്ഷന്റെ അനുമതിയോടെ ഇത്തരത്തിൽ പത്രക്കട്ടിങ്ങുകളും മറ്റും മുമ്പ് സഭയിൽ ഉന്നയിച്ച ചരിത്രമുണ്ട് എന്നുമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇതോടൊപ്പം തന്നെ US വ്യാപാര കരാർ അടക്കമുള്ള വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കാനാണ് തീരുമാനം. എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നും കോൺഗ്രസ് അംഗങ്ങൾ സഭയിൽ നോട്ടീസ് നൽകും. ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഭരണപക്ഷത്തെ കടന്നാക്രമിക്കാനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് ഉള്ളത്. എസ്.കെ.എൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.